ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം സീതാർകുണ്ട് വാട്ടർഫോൾസ് കാണുക എന്ന. പറ്റുമെങ്കിൽ രാവിലെ നേരത്തെ അവിടെ എത്താൻ ശ്രമിക്കുക. നവംബർ ഡിസംബർ സമയത്തെല്ലാം ചെറിയൊരു മഞ്ഞുമൂടിയ കാഴ്ചകളെല്ലാം രാവിലെ നേരത്തെ വന്നാൽ കാണാൻ കഴിയും. ഇവിടെ നിന്ന് വളരെ അടുത്താണ് സീതാർകുണ്ട് വാട്ടർഫോൾസ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു പോവാം എന്ന് തീരുമാനിച്ചു. 50 രൂപയാണ് കാർ പാർക്കിങ്ങിനായി കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എല്ലാം വന്നു. എൻട്രി ഫീസായി ഒരാൾക്ക് 30 രൂപയാണ്. കൊല്ലങ്കോട് ഫേമസ് ആയതിനു ശേഷമാണ് ചെറിയ ചെറിയ ചായക്കടകളും ഹോട്ടലുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അത്യാവശ്യം ഇവിടെയുള്ള കടകളിലെല്ലാം വെള്ളത്തിലിറങ്ങി കുളിക്കുന്നവർക്കായി തോർത്തുകളും ടീഷർട്ടും എല്ലാമുണ്ട്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവാവാനാണ് സാധ്യത. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഈ സ്റ്റെപ്സിലൂടെയുള്ള നടത്തം അത്ര പ്രയാസമൊന്നുമില്ല. എളുപ്പം കയറി ചെല്ലാൻ സാധിക്കും. ഇതുപോലുള്ള കാടിൻ്റെ അന്തരീക്ഷത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ചെറിയൊരു നടത്തമാണെങ്കിലും കാടിൻ്റെ ഭംഗി നന്നായി ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു വഴിയാണിത്. ഇലകൾക്കും മരച്ചില്ലകൾക്കുമിടയിലൂടെ തലയുയർത്തി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകളും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വീഴുന്നത്. ഈ കാണുന്നതാണ് കൊല്ലങ്കോട് ഫേമസ് ആയ സീതാർകുണ്ട് വാട്ടർഫോൾസ്. നവംബർ ആയ കാരണം വെള്ളം കുറച്ച് കുറവാണ്. പക്ഷേ ഇതാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. മഴക്കാലത്താണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്നിടത്തെല്ലാം വെള്ളമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നടന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് വെള്ളച്ചാട്ടവും കാണാം, ചുറ്റുവട്ടത്തുള്ള കാടിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കുകയും ചെയ്യാം. പലയിടങ്ങളിലായി വായിച്ച ഒരു സംഭവമാണ് നെല്ലിയാമ്പതിയിൽ നിന്ന് ആരംഭിച്ച് താഴെ കൊല്ലങ്കോടിൽ വന്നു പതിക്കുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഏകദേശം 100 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കൂടിയാണിത്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിനെ ചുറ്റിപ്പറ്റി ചില ഐതിഹ്യങ്ങളെല്ലാം ഉണ്ട്. പലരിൽ നിന്നും പറഞ്ഞു കേട്ടൊരു സംഭവമാണ് സീതയുടെയും രാമൻ്റെയും വനവാസകാലത്ത് അവരിവിടെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത്. സീത കുളിച്ച ഒരിടമായതുകൊണ്ട് ഇതിനെ സീതാർകുണ്ട് എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. എന്നാലും ഐതിഹ്യത്തിന് പിന്നാലെയൊന്നും ഒരുപാട് പോകുന്നില്ല. മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നെൽപ്പാടങ്ങളും കൊണ്ട് നിറഞ്ഞ പാലക്കാട്ടെ സുന്ദര ഗ്രാമം കൊല്ലങ്കോട്. മഴക്കാലായ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും. അതിലൊന്നാണ് വെള്ളാരിമേട്. വെള്ളാരിമേട് വെള്ളച്ചാട്ടവും അവിടുത്തെ വ്യൂ പോയിൻറ്റും എല്ലാം വളരെ പ്രശസ്തമാണ്. എത്ര കണ്ടാലും മതിവരാത്ത സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് പോയവർക്കറിയാം ആ നാടിൻ്റെ ഭംഗി. ഒരു പ്രാവശ്യം അവിടെ എത്തിച്ചേർന്നാൽ വീണ്ടും കൊല്ലങ്കോടിലെ കാഴ്ചകൾ തേടി നമ്മൾ ആ നാട്ടിലേക്ക് പോകും. ഓരോ തവണ പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് ആ നാട് സമ്മാനിക്കാറ്. കൊല്ലങ്കോടിൽ ഇപ്പോൾ വീക്കെൻഡ്സ് എല്ലാം നല്ല തിരക്കാണ്. കൊല്ലങ്കോട് ടൗണ് കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് വന്നാൽ പയ്യാലൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് കയറണം. അതുവഴി കുറച്ചു ദൂരം മുന്നോട്ട് വന്നാലാണ് വെള്ളാരിമേട് വ്യൂ പോയിൻറ്റിനടുത്തെത്താൻ കഴിയുക. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കറക്റ്റാണ്. അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഏകദേശം 1 മണിക്കൂർ എടുത്തു പാലക്കാട് ടൗണിൽ നിന്ന് വെള്ളാരിമേട്ടിലേക്ക് ഡ്രൈവ് ചെയ്തെത്താൻ. ഞാനിവിടെ ഒരു ഭാഗത്തായി വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നടന്നു കാണാം. മഞ്ഞു മൂടിയ മലനിരകളും കൊടും കാടിനിടയിലൂടെ അങ്ങ് ദൂരെയായി വെള്ളാരിമേട് വെള്ളച്ചാട്ടവും കാണാൻ കഴിയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രശസ്തമായ ചായക്കടയാണത്. കബീറണ്ണൻ്റെ ചായക്കട. സമയം 8 മണിയാവുന്നതേയുള്ളൂ. അത് കാരണം ചായക്കട തുറക്കുന്നതേയുള്ളൂ. ഓലമേഞ്ഞ പഴമയുടെ ഒരു പ്രതീകമായ ഒരു ചായക്കട. ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നാലും കിട്ടില്ല. ചായക്കട കഴിഞ്ഞ് ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ട്. ആ വഴിയിലൂടെ നടന്നാൽ കാട്ടിലെത്തും. കാടിനുള്ളിലൂടെ കുറച്ചു ദൂരം ട്രക്ക് ചെയ്താലാണ് വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയുക. കാട്ടിലേക്ക് കയറിയില്ല. സൈഡിൽ ചെറിയൊരു വഴി പോകുന്നത് കണ്ടു. അതുവഴി മുന്നോട്ട് വന്നപ്പോൾ ഒരു കാട്ടരുവിയുടെ മുന്നിലെത്തി. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണത്. നല്ല മഴയുള്ള സമയത്ത് ഇതെല്ലാം നിറഞ്ഞങ്ങ് ഒഴുകും. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കുറവാണ്. ചായക്കടയിലെ ചേച്ചിയും വഴിയിൽ കണ്ട നാട്ടുകാരും പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു കാടാണത്. ഇവിടെ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് കാട്ടുപന്നിയാണെന്ന് പറഞ്ഞു. മനുഷ്യരെ കണ്ട അത് ഉറപ്പായും അറ്റാക്ക് ചെയ്യും. ചില സമയങ്ങളിൽ കാട്ടാനകളും ഇറങ്ങാറുണ്ടെന്ന് ചായക്കടയിലെ ചേച്ചി പ്രത്യേകം പറഞ്ഞു. ചെറിയൊരു കുന്നിന് മുകളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ വൈറൽ ലൊക്കേഷൻ കൂടിയാണിത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഒരു ഭാഗത്തായി നിറയെ മീനുകളുണ്ട്. ക്യാമറയിൽ അത് അത്ര ക്ലിയറായി കാണണം എന്നില്ല. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്, തൈപ്പൂയ സമയത്ത് കാട്ടിനുള്ളിൽ മലയുടെ മുകളിലേക്ക് കുറച്ചു ദൂരം കയറാൻ കഴിയും. അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിനുള്ള സൗകര്യം ഒരുക്കിത്തരും എന്നാ കേട്ടത്.
അത്ര എളുപ്പമല്ല മലക്കയറ്റം ആ സമയത്ത്. മഴക്കാലമല്ലാത്തതുകൊണ്ട് വെള്ളാരിമേട് വെള്ളച്ചാട്ടം കാണാൻ കഴിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ചായക്കട കാണാൻ എന്തൊരു ഭംഗിയാണ്. തനിനാടൻ എന്നൊക്കെ പറയില്ലേ, ഇതാണ് ആ സംഭവം. ഇവിടെ അടുത്തൊരു അയ്യപ്പൻ കാവുണ്ട്. കാട്ടിലയ്യപ്പൻ എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അയ്യപ്പൻ കാവ്. കാവിന് ചുറ്റും മരങ്ങളായ കാരണം നല്ല കാറ്റാണിവിടെ. നല്ല സുഖമുള്ള തണുത്ത കാറ്റ്. പ്രതിഷ്ഠയ്ക്ക് മുകളിലായി മേൽക്കൂരയൊന്നുമില്ല. കാവ് നല്ല വൃത്തിയായി പരിപാലിച്ചു വരുന്നുണ്ട്. കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു അയ്യപ്പൻ കാവ്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എവിടെ ക്യാമറ വെച്ചാലും നല്ല ഗംഭീരമായ ഫ്രെയിമുകളാണ് കിട്ടുന്നത്. പോകുന്ന വഴിയിലുള്ള മനോഹരമായൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ ലൊക്കേഷൻ കൂടിയാണിത്. കുറച്ചു ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമായ കാരണം പോകുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കും. പഴയൊരു കളമാണിത്. കളമെന്ന് വെച്ചാൽ നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം. നെല്ലറകളുടെ നാടായ പാലക്കാട് ജില്ലയിൽ ഇതുപോലുള്ള കളങ്ങൾ ധാരാളം കാണാൻ കഴിയും.